നാൽപ്പതുകാരിയുടെ പ്രണയം ഭാഗം 89. മിനു, നീ ഒന്ന് പതുക്കെ പോ മോളെ. എന്തിനാ നീ ഇത്രയും സ്പീഡിൽ ഓടിക്കുന്നേ? എനിക്ക് പേടിയാവുന്നു മോളെ. അമ്മ വീണ്ടും വീണ്ടും ആ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. അമ്മയുടെ വാക്കുകളൊന്നും അവളുടെ തലയിൽ കയറുന്നുണ്ടായിരുന്നില്ല. അവളുടെ രക്തത്തെ ചൂടുപിടിപ്പിച്ച ദേഷ്യത്തിൽ തന്നെയായിരുന്നു അവൾ. അതുകൊണ്ട് തന്നെ അവൾ ആ സ്പീഡിൽ തന്നെ വണ്ടി ഓടിക്കുകയും ചെയ്തു. എൻ്റെ ദൈവമേ, ഇവക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തെ? മോളെ, നിന്നോട് ഞാനാ പറയുന്നത്, ഒന്ന് പതുക്കെ പോ. എൻ്റെ അവസ്ഥ നിനക്കറിയാലോ, എനിക്ക് പേടിയാവുന്നു. നീ എന്തിനാ ഇത്രയും സ്പീഡിൽ പോകുന്നേ? മോളെ, പൊന്നു മോളല്ലേ, ഒന്ന് പതുക്കെ പോ. അമ്മ വീണ്ടും മീനുവിനോട് കെഞ്ചി. അമ്മയുടെ കെഞ്ചലിനേക്കാൾ കൂടുതൽ അവളുടെ രക്തത്തെ ചൂട് പിടിപ്പിച്ച ആ ദേഷ്യത്തിൽ തന്നെയായിരുന്നു അപ്പോഴും അവൾ. അമ്മ പറഞ്ഞ വാചകങ്ങളായിരുന്നു വീണ്ടും വീണ്ടും അവളുടെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നത്. താനെന്ന ഭാര്യയിലെ പരാജയം, താനൊരിക്കലും നല്ലൊരു ഭാര്യയല്ലെന്നും താനൊരു തെറ്റുകാരിയാണെന്നുമുള്ള അമ്മയുടെ മുദ്രകുത്തൽ അതവൾക്ക് താങ്ങാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. താൻ എത്രമാത്രം സഹിച്ചിട്ടുണ്ടെന്നും എത്രമാത്രം ക്ഷമിച്ചിട്ടുണ്ടെന്നും തനിക്ക് മാത്രമേ അറിയുള്ളൂ. ആ കുറ്റപ്പെടുത്തൽ തൻ്റെ വീട്ടുകാരുടെ ഭാഗത്ത് നിന്നാവുമ്പോൾ ഒരുപക്ഷെ ഏതു പെണ്ണിനും താങ്ങാൻ പറ്റിയെന്ന് വരില്ല. മീനുവും അതുപോലൊരു പെണ്ണായിരുന്നു. അവൾക്ക് അത് താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അമ്മ സ്പീഡ് കുറയ്ക്കുമോളെ എന്നുള്ള കെഞ്ചലൊന്നും അവളുടെ ചെവിയിൽ കയറുന്നു പോലും ഉണ്ടായിരുന്നില്ല. തന്നെക്കുറിച്ച് അമ്മ പറഞ്ഞ വാചകങ്ങളല്ലാതെ. അവൾ വീണ്ടും ആ ദേഷ്യത്തിൽ തന്നെ കാർ ഓടിച്ചു. പ്രതികരിക്കണമെന്നും പറയണമെന്നൊക്കെ ഉണ്ട് അവൾക്ക്. പക്ഷെ എന്തു പറയും? എന്തുത്തരമാണ് അമ്മയ്ക്ക് നൽകാൻ അവളെ കൊണ്ട് സാധിക്കുക? അവളുടെ ചിന്തയിൽ അപ്പോഴും ആ ചോദ്യം ഉയർന്നു. അമ്മ വീണ്ടും വീണ്ടും മീനുവിനോട് കെഞ്ചി. മോളെ, ഞാൻ പറയണമെന്ന് കേക്ക്. നീ ഒന്ന് സ്പീഡ് കുറയ്ക്ക്, എനിക്ക് പേടിയാവുന്നു മീനു. അമ്മ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴേക്കും അമ്മയെ തേടി ജയുടെ കോളെത്തി. ഹലോ ഹലോ മോനെ. അമ്മ കോൾ എടുത്തു. അമ്മ, മീനു എന്തിനാ അത്രയും സ്പീഡിൽ കാറെടുത്തേ? മോനെ, ഇവള് സ്പീഡിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, എനിക്ക് പേടിയാവുന്നു മോനെ. എന്താ അമ്മ, എന്താ പറ്റിയേ? അവൾക്ക് എന്താ പറ്റിയേ? എനിക്കറിയില്ല മോനെ, എനിക്ക് പേടിയാവുന്നു. അമ്മ, ഫോണൊന്ന് മീനുവിന് കൊടുക്കുമോ? എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ഇവളെന്ത് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അമ്മ പേടിക്കല്ലേ, ഫോണൊന്ന് സ്പീക്കറിലിട്, ഞാനൊന്ന് സംസാരിക്കട്ടെ. ജയ് അമ്മയോട് പറഞ്ഞു. അമ്മ ജയുടെ നിർദ്ദേശപ്രകാരം ഫോൺ സ്പീക്കറിലിട്ടു. മീനു 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 പറയണൊന്ന് കേൾക്കുമോളെ, പേടിപ്പിക്കല്ലേ അമ്മേ. ഒരു നിമിഷം മീനുവിന് സ്വബോധം തിരിച്ചു കിട്ടി. അവൻ്റെ മോളിൽ നിന്നുള്ള ആ വിളി. മീനു, അമ്മ നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു. മീനു, സ്പീഡിൽ പോവല്ലേ മീനു, പ്ലീസ് പറയണതൊന്ന് കേൾക്ക് മീനു, അമ്മയെ പേടിപ്പിക്കല്ലേ മീനു. മീനു, പറയുന്നൊന്നും മനസ്സിലാക്കും മീനു. നിനക്ക് എന്താ പറ്റിയേ? നിന്നോട് അമ്മ എന്താ പറഞ്ഞേ? എനിക്കൊന്നും അറിയില്ല. എങ്കിലും ഞാൻ നിന്നോട് പറയാണ്, ഒന്ന് മനസ്സിലാക്കും മീനു, പ്ലീസ്. സ്പീഡൊന്ന് കുറയ്ക്കും മീനു, പ്ലീസ്. അമ്മ നിന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അമ്മയുടെ തെറ്റിദ്ധാരണയായിട്ട് മാത്രം കാണും മീനു. എനിക്ക് നിന്നെ അറിയാം, നീ ഒരു പാവമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മീനു, പറയണത് കേൾക്കുന്നുണ്ടോ മീനു? ജയ് മീനുവിനെ വിളിച്ചുകൊണ്ടിരുന്നു. ജയുടെ വാക്കുകൾ എപ്പോഴും അവൾക്ക് വല്ലാത്തൊരു ആശ്വാസമാണ്. അങ്ങനെ മാത്രമേ അവൻ തന്നോട് സംസാരിക്കാറുള്ളൂ. സ്വബോധത്തിലേക്ക് തിരിച്ചു വരാൻ ഒരു നിമിഷമെങ്കിലും അവൾക്ക് സാധിച്ചത് അതുകൊണ്ടായിരിക്കാം. അവളുടെ ദേഷ്യത്തെ അല്പമെങ്കിലും ഒന്ന് നിയന്ത്രിക്കാൻ ഒരു ശ്രമം അവൾ നടത്തി. മീനു, നീ ഒരു നല്ല ഭാര്യയാണെന്ന് എനിക്കറിയാം മീനു. എന്താ അമ്മ നിന്നോട് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. എന്തായാലും അമ്മ നിന്നെ കുറ്റപ്പെടുത്തിയിട്ടാണ് സംസാരിച്ചതെങ്കിൽ ഞാൻ നിന്നോട് പറയുന്നു, അത് അമ്മയുടെ തെറ്റിദ്ധാരണ മാത്രമാണ്. മീനു, ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? കാര്യം എന്താണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ അവൻ
അമ്മ അവളെ കുറ്റപ്പെടുത്തിയത് കൊണ്ടായിരിക്കാം അവൾക്ക് ദേഷ്യം വന്നത് എന്നായിരുന്നു അവന് മനസ്സിലായത്. അത് വെച്ചാണ് അവൻ സംസാരിച്ചത്. മിനു, നീ എന്തൊന്നും മിണ്ടാതെ? ഞാൻ പറഞ്ഞ കേൾക്കുന്നില്ലേ? വണ്ടിയുടെ സ്പീഡ് അല്പം കുറച്ചു. എന്നല്ലാതെ അവൾക്ക് മുന്നോട്ടെങ്ങനെ പോവണമെന്ന് അറിയാത്തൊരവസ്ഥ. മിനു, നിനക്ക് പറ്റുന്നില്ലെങ്കിൽ നീ ഒന്ന് സൈഡിലാക്കി നിർത്ത്. ലൊക്കേഷൻ അയച്ചു തന്നാൽ മതി, ഞാൻ വരാം. അവളൊന്നും പറയാതിരിക്കുന്നത് കണ്ടപ്പോൾ അവൻ അങ്ങനെയൊരു കാര്യം പറഞ്ഞു. ജയുടെ വാക്കുകൾ കേൾക്കാതിരിക്കാൻ അവൾക്കൊരിക്കലും സാധിക്കില്ല. അതാണ് അവൾക്ക് ജയ്യോടുള്ള സ്നേഹം. അതുകൊണ്ട് തന്നെ അവൾ വണ്ടി സൈഡിലാക്കി എങ്ങനെയൊക്കെയോ ഒതുക്കി വെച്ചു. ഹലോ അമ്മേ, അവൾ നിർത്തിയല്ലേ? ജയ് അമ്മയോട് ഫോണിൽ തന്നെ ചോദിച്ചു. നിർത്തി മോളെ, എൻ്റെ ശ്വാസം ഇപ്പോഴാണ് ഒന്ന് വീണത്. അമ്മ ടെൻഷൻ ആവണ്ട. അമ്മ എന്തായാലും ലൊക്കേഷൻ അയക്ക്, ഞാൻ വരാം. ഇവിടെ അടുത്ത് തന്നെ അല്ലേ? മീനു ഒന്നും മിണ്ടിയില്ല. ദേഷ്യത്തോടു കൂടി തന്നെ അമ്മയെ നോക്കി. അപ്പോഴും അവളുടെ കണ്ണിൽ ആ ദേഷ്യം കാണാൻ സാധിക്കുമായിരുന്നു. ഒന്നും പറയാതെ അമ്മ മിണ്ടാതിരുന്നു. അല്പനേരത്തിന് ശേഷം ജയ് അവിടെ എത്തി. ജയ് കാറിൻ്റെ ഡോറിൽ മുട്ടി. മിനു, നീ ഇറങ്ങാം, ഞാൻ ഡ്രൈവ് ചെയ്യാം, ജയ് മീനുവിനോട് പറഞ്ഞു. അവൾ അതിനും മറുപടിയൊന്നും പറഞ്ഞില്ല. അനുസരണയുള്ള ഒരു കുട്ടിയെപ്പോലെ അവളങ്ങിറങ്ങി പിൻസീറ്റിലിരുന്നു. അമ്മയ്ക്ക് എവിടേക്കാണ് പോകണ്ടേ? കാറിൽ കയറിയിരുന്ന് ജയ് അമ്മയോട് ചോദിച്ചു. എന്നെ വീട്ടിൽ കൊണ്ടുവിട്ടാൽ മതി. അമ്മ ഇപ്പോഴും ആ പേടിയോട് കൂടിയാണ് നിൽക്കുന്നതെന്ന് ജയ്ക്ക് മനസ്സിലായി. അമ്മ പേടിക്കണ്ട, ഒന്നും പറ്റിയില്ലല്ലോ, ഒന്ന് റിലാക്സ് ആവ്. അമ്മ വെറുതെ ഇന്നിനാ അവളെ. ഞാൻ എന്തായാലും വീട്ടിൽ കൊണ്ടുവിടാം. മീനു ഹോസ്പിറ്റലിൽ പോകായിരിക്കും അല്ലേ? അമ്മയോടായി അതും ജയ് ചോദിച്ചു. അവൾ ഹോസ്പിറ്റലിലേക്കായി ഇറങ്ങി. ഇനിയിപ്പോൾ രണ്ടുപേരെയും വീട്ടിൽ കൊണ്ടുവിടാം, അതാ നല്ലത്. വെറുതെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഹോസ്പിറ്റലിൽ പോയാൽ ശരിയാവില്ല. ഇതും പറഞ്ഞ് ജയ് അവരെയും കൊണ്ട് അവരുടെ വീട്ടിലേക്ക് കാർ ഓടിച്ചു. വീട്ടുമുറ്റത്ത് കാർ എത്തിയപ്പോൾ ഒന്നും പറയാതെ തന്നെ മീനു ഇറങ്ങിപ്പോയി. മീനുവിനെയും നോക്കി അമ്മയും ജയ്യും നിന്നു. എന്താ അമ്മയെ പറ്റിയേ? എന്താ സംഭവിച്ചേ? ജയ് അമ്മയോട് ചോദിച്ചു. എനിക്കറിയില്ല മോനെ, ഞാൻ അവൾക്ക് ഇത്രയും ദേഷ്യം വന്ന് കണ്ടിട്ടില്ല. കുഞ്ഞുനാളിലൊക്കെ ഉണ്ടായിരുന്നു അവൾക്ക് ഈ ഒരു ദേഷ്യം, വളരെ ചെറുപ്പത്തിൽ. ഇപ്പോൾ ഈ അടുത്തൊന്നും ഞാൻ അവളെ ഇത്രയും ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല. അമ്മ അല്പം പരിഭ്രമണത്തോടുകൂടി ജയ്യോട് പറഞ്ഞു. ദേഷ്യം വരാൻ വേണ്ടി അമ്മ എന്താ അവളോട് പറഞ്ഞേ? നിങ്ങൾ സംസാരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, അതുകൊണ്ടാണ് ചോദിച്ചത്. ഞാൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല മോനെ, ഞാൻ അവൾക്ക് നല്ല ഉപദേശമാണ് നൽകിയത്. വേറൊന്നും പറഞ്ഞില്ല. എന്തുപദേശാ അമ്മ അവൾക്ക് നൽകിയേ? അവളോട് ഞാൻ നല്ലൊരു ഭാര്യ ആവണമെന്ന് പറഞ്ഞു. ഭർത്താവിനെ കുറച്ചൊക്കെ അനുസരിക്കണമെന്നും കുറച്ചൊക്കെ ക്ഷമ വേണം എന്നൊക്കെ പറഞ്ഞുള്ളൂ. ഭർത്താവിന് അവൻ്റേതായ വില കൊടുക്കണമെന്ന് പറഞ്ഞു. അതിനവൾക്ക്... എൻ്റെ പൊന്നമ്മ, അമ്മ എന്തായി കാണിക്കുന്നേ? തലയിൽ കൈവച്ചുകൊണ്ട് ജയ് ചോദിച്ചു. അമ്മയ്ക്ക് എന്താ അമ്മ മനസ്സിലാവാത്തേ? ഞങ്ങൾ തമ്മിലൊരു പ്രശ്നമില്ലല്ലോ, പിന്നെ എന്തിനാ അമ്മ അവളിങ്ങനെ ഉപദേശിക്കാൻ നിൽക്കുന്നേ? ഇതും പറഞ്ഞ് അമ്മ എന്ന് ആലോചിച്ച് നോക്കിയേ. ആ ദേഷ്യം അവൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ അമ്മയുടെ അവളുടെ അവസ്ഥ എന്താവുമായിരുന്നു? ആ സ്പീഡിൽ അവൾ വണ്ടി ഓടിച്ച് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ?
അവള് അങ്ങനെ കാണിക്കുമെന്ന് ഞാൻ കരുതിയില്ല. എൻ്റെ അമ്മയ്ക്ക് അറിയാവുന്നല്ലേ മോക്ക് ദേഷ്യമുണ്ടെന്ന്. അതെനിക്കറിയാം. എന്നാലും ഭാഗ്യം കൊണ്ടല്ലേ രക്ഷപ്പെട്ടത്. ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് അവൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്തിനാ അവളോട് പറയുന്നേ? എനിക്കതാ മനസ്സിലാവാത്തെ. ജി അമ്മയെ കുറ്റപ്പെടുത്തിയതുപോലെ ചോദിച്ചു. മോനെ, അവളുടെ ഈ സ്വഭാവം കൊണ്ടായിരിക്കും അവളുടെ ആദ്യ ദാമ്പത്യം തകർന്നു പോയതെന്ന് ഞങ്ങൾ പിന്നീടാ മനസ്സിലാക്കിയത്. അപ്പോൾ നിന്റെ കൂടെയെങ്കിലും അവള് ജീവിക്കട്ടെ എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാ ആദ്യ ദാമ്പത്യത്തിൽ ഞങ്ങൾ ഒരിക്കൽ പോലും അവളെ ഉപദേശിച്ചിട്ടില്ല. അതുകൊണ്ടാ അവൾക്ക് തെറ്റ് പറ്റിയതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അവളെ ഇനിയൊരു വിവാഹം അവളൊരിക്കലും സമ്മതിക്കില്ല. വയസ്സാം കാലത്ത് എൻ്റെ മോള് ഒറ്റയ്ക്കായി പോകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവളെ ഉപദേശിച്ചത്. വേദനയോടുകൂടി അമ്മ ജയോട് പറഞ്ഞു. അതിനവൻ മറുപടിയൊന്നും പറഞ്ഞില്ല. കാരണം അമ്മയുടെ മുഖഭാവമായിരുന്നു. അമ്മയുടെ മുഖത്ത് അത്രയും വലിയ വേദനയും ടെൻഷനും ഉണ്ടെന്ന് അവന് മനസ്സിലായി. മോനെ, എൻ്റെ മോള് സ്വഭാവം അത്ര പെട്ടെന്ന് ഒരു പുരുഷന് അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല എന്നെനിക്കറിയാം. എങ്കിലും ഞാൻ പറയുകയാണ്, നീ അവളെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാലും അവളെ വിട്ടു പോകരുത്. അമ്മ ഒരപേക്ഷ പോലെ ജയ്യുടെ മുന്നിൽ കെഞ്ചി. അമ്മയുടെ കൈ ചേർത്ത് പിടിച്ച് അവൻ ഒരു മറുപടി പറഞ്ഞു. അമ്മ, എനിക്ക് അമ്മയോട് കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ഞാൻ പറയാം. അമ്മ കരുതുന്നത് പോലെ മീനുവിൻ്റെ ആദ്യത്തെ ദാമ്പത്യ ജീവിതം പരാജയപ്പെട്ടതിൻ്റെ കാരണം അവളുടെ സ്വഭാവമല്ല. അമ്മ ഒരു നെട്ടലോട് കൂടിയാണ് അവൻ പറഞ്ഞത് കേട്ടത്. മോനെ, നീ എന്തായി പറയുന്നത്? ഞാൻ പറഞ്ഞത് സത്യമാണ്. ഇതിൽ കൂടുതൽ അതിനെക്കുറിച്ച് പറയാൻ എനിക്ക് പറ്റത്തില്ല. അമ്മ വീണ്ടും അത് പറഞ്ഞ് അവളെ ഉപദേശിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞത്. പിന്നെ ഞാനും മീനുവും തമ്മിൽ ഒരു പ്രശ്നമില്ല. എനിക്ക് മീനുവിനെ മനസ്സിലാക്കാൻ പറ്റും. ദയവ് ചെയ്ത് അവളുടെ പാസ്റ്റ് പറഞ്ഞ് അവളുടെ ആദ്യ വിവാഹ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞ് അമ്മ അവളെ വേദനിപ്പിക്കരുത്. അത് പറഞ്ഞ് അവളെ ഉപദേശിക്കരുത്. അമ്മയുടെ മനസ്സിലുള്ള ആ തെറ്റിദ്ധാരണ അമ്മ ഒഴിവാക്കണം. എനിക്കത്രേ അമ്മയോട് പറയാനുള്ളൂ. മോനെ, അമ്മ പ്ലീസ്, ഞാൻ അമ്മയെ ഉപദേശിക്കാൻ അർഹനായതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്. എനിക്കെൻ്റെ ഭാര്യയെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പം തന്നെ ഒരു നിമിഷം എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? അമ്മയൊന്ന് ആലോചിച്ച് നോക്കിയേ. ജയ് അമ്മയോട് ചോദിച്ചു. മോനെ, ഞാൻ പറഞ്ഞല്ലോ, അവളെ ഇത്രയും ദേഷ്യത്തിൽ ഞാനതിനു മുമ്പ് കണ്ടിട്ടില്ല. ദേഷ്യവും പിടിവാശിയും ഒക്കെയുള്ള കൂട്ടത്തിൽ തന്നെയാണ് അവള്. അവളുടെ ആദ്യ വിവാഹം വരെ അവൾ അങ്ങനെയായിരുന്നു. പക്ഷെ വിവാഹശേഷം വളരെ പക്വതയുള്ള ഒരു പെൺകുട്ടിയായിരുന്നു അവള്. വിവാഹശേഷം സത്യം പറഞ്ഞാൽ അധികം സംസാരിക്കാറ് പോലും ഉണ്ടായിരുന്നില്ല അവള്. അത്രയും പക്വതയുള്ള ഒരു പെണ്ണായി അവൾ മാറിയിരുന്നു. പിന്നീട് ഇത്രയും വർഷവും അവൾ ആ പക്വതയുടെ തന്നെയായിരുന്നു. ഇതിപ്പോൾ വീണ്ടും അവളുടെ പഴയ സ്വഭാവമൊക്കെ അവളിലേക്ക് തിരിച്ചു വരുന്നത് പോലെയാ എനിക്ക് തോന്നിയത്. അമ്മ ജയ്യോട് അങ്ങനെ പറഞ്ഞപ്പോൾ ജയ്ക്ക് കാര്യം മനസ്സിലായി. എന്താ മോനെ നീ ഇങ്ങനെ നോക്കുന്ന എന്നെ? അമ്മ ചോദിച്ചു. ഒന്നുമില്ല അമ്മ.
എനിക്ക് മനസ്സിലായി അമ്മ പറഞ്ഞത് എന്തായാലും. എന്തായാലും അവൾക്ക് ഇഷ്ടമില്ല എന്നറിഞ്ഞിട്ടും അവളുടെ ആദ്യ വിവാഹ ജീവിതത്തെക്കുറിച്ച് അവളെ ഓർമ്മിപ്പിക്കാതിരിക്കമ്മേ. എനിക്ക് അത്രേ അമ്മയോട് പറയാനുള്ളൂ. വേറൊന്നും എനിക്ക് അമ്മയോട് പറയാനില്ല. അവളെ ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യങ്ങൾ ദയവ് ചെയ്ത് പറയാതിരിക്കേ. ഞാൻ എന്തായാലും അവളെ ഒന്ന് കാണട്ടെ. ഇതും പറഞ്ഞ് അവൻ അകത്തേക്ക് കയറിപ്പോയി. ഒരു നിമിഷം അമ്മ മനസ്സിൽ കൈവച്ച് ദൈവത്തോട് നന്ദി പറഞ്ഞു. ജീവൻ തിരിച്ചു തന്നതിനുള്ള നന്ദി. അതേപോലെ ജയ്യെപ്പോലൊരു മരുമകൻ തന്നതിനോടുള്ള നന്ദി. ദൈവമേ, നീ കാത്തു. ഒരു നിമിഷം എൻ്റെ ജീവിതത്തിൻ്റെ അവസാനമാണെന്ന് ഞാൻ കരുതിപ്പോയി. അല്പം ആശ്വാസത്തോടു കൂടി തന്നെ അമ്മ വീട്ടിലേക്ക് കയറിപ്പോയി. ജയ് മീനുവിനെ കാണാൻ മുറിയിലെത്തി. ബെഡിൽ കമിഴ്ന്ന് കിടക്കുകയായിരുന്നു അവൾ. അവളുടെ ആ കിടപ്പ് കണ്ടപ്പോൾ തന്നെ ജയ്ക്ക് മനസ്സിലായി അവൾ കരയുകയാണെന്ന്. എന്ത് പറയണം, എങ്ങനെ തുടങ്ങണം എന്നായിരുന്നു ആദ്യം ജയ് ചിന്തിച്ചത്. എങ്കിലും അവൻ മീനുവിനെ പതുക്കെ ഒന്ന് വിളിച്ചു. മീനു, കിടക്കാണോ? അവൻ്റെ ശബ്ദം കേട്ടയുടൻ അവളൊന്ന് തിരിഞ്ഞു നോക്കി. ഇപ്പോഴും കരയുന്ന തൻ്റെ കണ്ണുകണ്ണീർ പെട്ടെന്ന് തന്നെ അവൾ കൈകൊണ്ട് തുടച്ചു. എന്നിട്ടവൾ എണീറ്റിരുന്നു. മീനുവിനെ ആശ്വസിപ്പിക്കാൻ ജയ്ക്ക് പറയാൻ സാധിക്കുന്നത് എന്തൊക്കെയായിരിക്കും? ഇനി എങ്ങനെയായിരിക്കും മീനുവിൻ്റെയും ജയ്യുടെയും ജീവിതം? ഈ ഭാഗം ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഭാഗം ഉടൻ വരും.